തിരികെ ചർച്ചയിലേക്ക് ശ്രീ രജനസ് ഉണ്ണിത്താൻ. ഇവിടെ ശ്രീ സതീഷ് വസന്ത് ആരോപിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ കുറ്റകൃത്യങ്ങളൊക്കെ മറച്ചുവെക്കപ്പെട്ടു, ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് ഇത് പുറത്തു പറയാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തിലാണ്. നമുക്കറിയാം ഇപ്പോൾ പോലും പല വിദ്യാർത്ഥികളും ഭയക്കുന്നു എന്നുള്ളത്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ, കാരണം അത് കുട്ടികളുടെ കാര്യമാണ്. കുട്ടികൾ എന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്നുള്ളത് ഈ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തന്നെ ഉദാഹരണമാണ്. കാരണം നമ്മൾ ഈ ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് പ്രവർത്തിക്കുന്നത് കൃത്യമായി അനധികൃതമായി കൈവശപ്പെടുത്തിയ മിച്ചഭൂമിയിലാണ് എന്നുള്ളത് കണ്ണൂർ താലൂക്ക് ലാൻഡ് ബോർഡ് തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൻ്റെ രേഖകൾ അവരുടെ പക്കലുണ്ട്. അതുപ്രകാരം കഴിഞ്ഞ മാർച്ച് 6 തന്നെ അതിൻ്റെ ബോർഡ് ചെയർമാൻ ഇവർക്ക് ഈ ഭൂമി ഒഴിയണമെന്നും ഈ കെട്ടിടം കണ്ടുകെട്ടണമെന്നും അടക്കമുള്ളത് അവർക്ക് നൽകിയിരുന്നു, ഇടക്കാല ഉത്തരവും ഇട്ടിരുന്നു. പക്ഷേ എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ സംവിധാനം പോലും അവിടെ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് ഉദാഹരണം. പിന്നെയാണോ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളുടെ കാര്യം? ശ്രീ രജനസ് ഉണ്ണിത്താൻ. ഇതിനകത്ത് അഡ്വക്കേറ്റ് സതീഷ് വസന്ത് അദ്ദേഹം വളരെ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി വല്ലാതെ ഉണ്ടെന്ന് ഉള്ളതാണ് ഇതിന്റെ പരമ യാഥാർത്ഥ്യം. അദ്ദേഹം വിദ്യാർത്ഥികൾ പരാതി കൊടുത്തില്ലയോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് ഇന്നലെ തന്നെ ഇതിന്റെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വെളിയിലേക്ക് വന്ന വിദ്യാർത്ഥികൾ ഈ പറയുന്ന അധ്യാപകനെതിരെ നിരന്തരമായി പരാതികൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ പരാതികൾ കൊടുക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പത്രക്കാർക്കോ അല്ലെങ്കിൽ പോലീസിനോ കൊടുക്കാനുള്ള ഭയം എന്താണെന്ന് ഒരു സ്വാശ്രയ മാനേജ്മെന്റിന്റെ കീഴിൽ, അതായത് ഇതുപോലെ ക്രൂരന്മാരായുള്ള അധ്യാപകർ നിൽക്കുന്ന സ്വാശ്രയ മാനേജ്മെന്റിന്റെ കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് നമ്മുടെ നാട്ടിലെ ആർക്ക് വേണമെങ്കിലും മനസ്സിലാവുന്ന കാര്യമാണ്. അതിനകത്ത് ഒരു ന്യായവുമില്ല. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ഇപ്പൊ പെൺകുട്ടികളെ സംബന്ധിച്ച് പെൺകുട്ടികളെ തല്ലാൻ വേണ്ടി ആൺകുട്ടികളോട് ആവശ്യപ്പെടുക, അതുപോലെ തന്നെ മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ രീതിയിലുള്ള വാചകങ്ങൾ, അതായത് കറുത്തവൾ വെളുത്തവൾ അങ്ങനെയൊക്കെയുള്ള വാചകങ്ങൾ, തടിച്ച് എന്നൊക്കെയുള്ള വാചകങ്ങൾ ഉപയോഗിച്ച് അവരെയൊക്കെ പേരുകൾ അറിയത്തില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വിളിക്കുന്ന ഒരു നയത്തിലേക്ക് പോകുന്ന ഒരു അധ്യാപകനൊക്കെ ഇരിക്കുന്ന അയാൾക്ക് സർവ്വ സ്വാതന്ത്ര്യമുള്ള ഒരു കോളേജിലെ അവസ്ഥ അങ്ങനെയാണ്. ആ കോളേജുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഈ പറയുന്ന റാം എന്ന് പറയുന്ന ആൾക്ക് സർവ്വ സ്വാതന്ത്ര്യമുള്ള ഒരു കോളേജാണ് ഈ കോളേജ്. അവിടുത്തെ ഈ പറയുന്ന മാനേജ്മെന്റിനൊന്നും അവിടെ ഒരു കാര്യവുമില്ല. ഈ മാനേജ്മെന്റും പ്രിൻസിപ്പളും തമ്മിൽ ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അവിടെ പറ്റുന്നില്ലാത്ത രീതിയിലേക്കാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യാവസ്ഥയൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് സതീഷ് വസന്ത് ചോദിക്കുന്നത് പരാതിപ്പെടുന്നത്. അവിടെ പരാതിപ്പെട്ടിട്ട് യാതൊരു കാര്യം, ആരുടെ മുന്നിലാണ് പരാതിപ്പെടുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി കൊടുക്കേണ്ടത് എന്നാണ് ഈ സതീഷ് വസന്ത് ചോദിക്കുന്നത്. പരാതി കൊടുക്കാൻ പോയാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പരാതി കൊടുക്കാൻ പോയാൽ മഹിജ എന്ന് പറയുന്ന ഒരു അമ്മയ്ക്കുണ്ടായ അവസ്ഥ നമുക്കറിയാമല്ലോ, ഇപ്പം ഷീബ എന്ന് പറയുന്ന അമ്മയുടെ അവസ്ഥ നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള ആളുകൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പിണറായി വിജയന്റെ മുന്നിൽ പോയാണോ പരാതി കൊടുക്കേണ്ടത്? ഈ പോലീസ് സംവിധാനവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന FIR ഇടോ, ഈ പറയുന്ന റാമിനെ കണ്ടുപിടിക്കാൻ വൈകുന്നു എന്നുള്ളപ്പം സതീഷ് വസന്ത് ഹരിദാസ് സാറിനോട് ചോദിക്കുന്നുണ്ട്, സാറിന് അറിയാമെങ്കിൽ അങ്ങ് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ അങ്ങ് പറഞ്ഞു കൊടുക്കാൻ. സതീഷ് വസന്തിനോട് പറയാനുള്ള മറ്റേ നമ്മുടെ ആരോഗ്യമന്ത്രി വന്നപ്പോൾ കരിങ്കുടി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് KSUക്കാരെ പിടിച്ചിടുവാൻ എന്തൊരു ആവേശമായിരുന്നു അവർക്ക്. KSUക്കാരെ കരിങ്കുടി കാണിച്ചു എന്നുള്ള രീതിയിലേക്ക് എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ കാണിക്കുന്ന പോലീസിന്റെ ആ മിടുക്കുണ്ടല്ലോ, ആ മിടുക്ക് ഇങ്ങനെയുള്ള പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടി നീതി ലഭിക്കേണ്ട കാര്യത്തിൽ കാണിക്കുന്നില്ല. അതാണ് സത്യം. സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജുകളിൽ അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ഈ പറയുന്ന എൻട്രൻസ് പരീക്ഷ എഴുതി അവിടെ പഠിക്കുവാൻ പോകുന്ന എല്ലാ സാധാരണക്കാരുടെ മക്കളാണല്ലോ ഈ പറയുന്ന നിതിൻ രാജിനെ പോലെയൊക്കെ ഉള്ള കുടുംബാവസ്ഥയിൽ നിന്നും പോകുന്ന സാധാരണക്കാരാണ്. എങ്ങനെയെങ്കിലും ഈ പറയുന്ന കാലാവധിയിൽ പഠിച്ച് എങ്ങനെയെങ്കിലും പുറത്തിറങ്ങി തന്റെ കുടുംബം നോക്കണം എന്നുള്ള രീതിയിലേക്ക് പഠിക്കാൻ പോകുന്ന സാധാരണക്കാരായ ആളുകളാണ്. അവർക്ക് പരിധിയും പരിമിതിയൊക്കെ ഉണ്ട് സാർ. അങ്ങനെയുള്ളവരാണ്. നിങ്ങളുടെ സംവിധാനങ്ങൾ ഇവിടെ പിടിപ്പുകേടാണെന്ന് നിങ്ങൾ എന്താ സമ്മതിക്കാത്തേ? ഈ സംവിധാനത്തിന്റെ ഈ സർക്കാരിന്റെ 10 വർഷമായി കേരളം ഭരിച്ചിരുന്ന സർക്കാരിന്റെ പിടിപ്പുകേടുകളാണ് ഇങ്ങനെയുള്ള കോളേജുകളിൽ നിരന്തരമായുള്ള ഇങ്ങനെയുള്ള കേസുകൾ വരുന്നതും ഇങ്ങനെയുള്ള സിദ്ധാർത്ഥിനെ പോലെയും ജിഷ്ണു പ്രണോയെ പോലെയൊക്കെ ഉള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളെ ഇല്ലായ്മ ചെയ്തിട്ട് ആ കുടുംബം ഇന്നും കണ്ണീരോട് കഴിയുന്നതും ഒക്കെ ഈ സംവിധാനത്തിന്റെ പിടിപ്പുകേടാണ്. ആ സംവിധാനത്തിന് അവിടെ വന്നിരുന്നിട്ട് വീണ്ടും ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നതിനകത്ത് LDFനോ ഈ CPMനോ ഒക്കെ എന്ത് ധാർമ്മികത ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതൊക്കെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ പറയുന്നവർക്കൊക്കെ നീതി ലഭിക്കണമായിരുന്നു. യഥാ സാർ പറഞ്ഞാൽ മധുവിനെ അറിയാമല്ലോ, മധുവിന്റെ അമ്മ മല്ലി ആദിവാസി ഊരിൽ ഇന്നും കണ്ണീരോട് കഴിയുന്ന ഒരു ഈ പറയുന്ന സംവിധാനം സാധാരണക്കാരെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന് വേണ്ടിയൊക്കെ നിൽക്കുന്നെന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ആഹാരത്തിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി എന്തോ മോഷ്ടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കൂട്ടം കൊല ചെയ്യപ്പെട്ട ഒരു സാധാരണക്കാരെ ആദിവാസി യുവാവിന് നീതി ലഭിക്കാൻ
പഠിക്കാത്ത കേരള നാട്ടിലാണ് വന്നിരുന്നിട്ട് നിതിൻ രാജിനെ പറ്റി പറയുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ പരാതി ഇപ്പം കൊടുത്തായിരുന്നെങ്കിൽ ആ കോളേജ് ഞങ്ങൾ അങ്ങ് തീർത്തേനെ, അല്ലെങ്കിൽ ആ റാമിനെ അന്നേ പിടിച്ച് അകത്തിട്ടേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് ഈ പറയുന്ന ന്യായങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ ഭരിക്കുന്നത് ഒരു ജിഷ്ണു പ്രണോയ്ക്ക് അങ്ങനെ അവസ്ഥ വന്നപ്പോ ഒന്ന് കാണുവാൻ, ഒന്ന് സ്വന്തം പാർട്ടിപ്പെടുന്ന ആളല്ലേ, സ്വന്തം പാർട്ടിയുടെ കൊടി പിടിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ അവന്റെ അമ്മയെ ഒന്ന് കാണുവാനുള്ള ധാർമ്മികത പോലും കാണിക്കാതെ അവരെ എന്തൊക്കെയാണ് അന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എന്നുള്ളത് നമ്മളൊക്കെ ചർച്ച ചെയ്തല്ലേ, അവരുടെ അടിവയറ്റി ചവിട്ടിയത് നമ്മൾ ചർച്ച ചെയ്തല്ലേ. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് സതീഷ് വസന്തനെ പോലെ ഉള്ളവർ വന്നിട്ട് ഇങ്ങനെ ന്യായീകരണം പറയുന്നത്. ന്യായീകരണം പറയാൻ ഉളുപ്പില്ലേന്ന് ചോദിക്കാനാണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പറയുന്നത് പിടിപ്പുകേടാണ്, ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് പിടിപ്പുകേട്, ഞങ്ങളുടെ പിടിപ്പുകേടുകൾ കൊണ്ടാണ് ഈ പറയുന്ന ഈ കോളേജുകളിലൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ പിടിപ്പുകേടാണെന്ന് എന്ന് അംഗീകരിക്കണം. ആ അംഗീകരിച്ചു പോകാനുള്ള ധാർമ്മികതയെങ്കിലും കാണിക്കുവാൻ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അല്ലെങ്കിൽ സതീഷ് വസന്തനെ പോലുള്ളവർ തയ്യാറാവണം എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ല വിദ്യാർത്ഥികൾ പരാതി കൊടുത്തായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ അങ്ങ് ചെയ്തേനെ എന്നൊക്കെ പറയുന്നത് ആരോടാണ്? അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ സമൂഹത്തിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ? രോഹിണി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുമോ? ഈ പറയുന്ന ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് സ്വാശ്രയ കോളേജ് ഇനിയും വരുന്ന പുസ്തകങ്ങളിൽ നമുക്കറിയാമല്ലോ, ഈ സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സർക്കാർ വിട്ടുവീഴ്ച നടപടികൾ സ്വീകരിച്ച കാര്യങ്ങളും ഒക്കെ ഇനിയും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇനിയും ഈ പറയുന്ന ഭരണമല്ലല്ലോ നിലനിൽക്കാൻ പോകുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരും. ഇവർ ചെയ്തതിനെല്ലാം ഒന്നൊന്നായി മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ ചെന്ന് നിൽക്കും എന്നുള്ളതാണ്. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ആ അമ്മയുടെയും അച്ഛന്റെയും കണ്ണുനീരുണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് ആർക്കും ഒരു മനുഷ്യനും അതിന് സമാധാനം പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ഒരു നഷ്ടപ്പെടലുകൾ എന്ന് പറയുമ്പോൾ ആ നഷ്ടപ്പെടലുകളെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ കൊണ്ട് ന്യായീകരിച്ചു പോകാനൊന്നും സാധിക്കത്തില്ല. വിദ്യാർത്ഥികൾ പരാതി കൊടുത്താണ് ഇവരുടെ സംവിധാനം തകർന്നു എന്നുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ എന്തിനാണ് എന്നുള്ളത് ചോദിച്ചു പോവുകയാണ്. ഈ പറയുന്ന സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള ഗുണ്ടകളെയും ക്രിമിനലുകളെയും ജാതി ആക്ഷേപം നടത്തുന്ന ആളുകളെയൊക്കെയാണ് കോളേജുകളിൽ അധ്യാപകരായും ഈ പറയുന്ന സംവിധാനങ്ങളെ എല്ലാം. അല്ല, ഈ സ്വകാര്യ കോളേജിലൊക്കെ നിയമിക്കുന്ന സർക്കാരുകളാണോ? ഈ എഡിഎൽ സർക്കാരാണോ കോൺഗ്രസ്? നമ്മൾ പറയുമ്പോഴത്തേക്കും ഒരു മാന്യതായിട്ട് പറയണ്ടേ? അല്ലല്ല, ഞാൻ അത് നമ്മളാണോ നയിക്കുന്നത്? അല്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഗവൺമെന്റ് കോളേജ് സ്വകാര്യ കോളേജിൽ നടക്കുന്നതിനല്ല നിങ്ങൾ കൈമലർത്തി കാണിക്കുമോ? അല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. സ്വകാര്യ മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ ശക്തമായി പ്രതികരിച്ചിട്ടുള്ളത് SFIയും ഇടതുപക്ഷമാണ്. താങ്കൾക്കറിയില്ല, ആ കുട്ടികളുടെ തലേന്ന് അടിച്ചു പൊട്ടിച്ച് പോലീസ് അല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 10 വർഷം കൊണ്ട് നമുക്കറിയാം ഒരു എൻട്രൻസ് എക്സാം, ഞാൻ പറഞ്ഞിട്ട് ഒരു എൻട്രൻസ് എക്സാം നടക്കുമ്പോഴത്തേക്ക് ഈ സ്വകാര്യ മേഖലയിലുള്ള കോളേജ് നടത്തുന്ന MBBS നടത്തുന്ന ഈ വ്യക്തികളൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അറിയാമോ? ഈ അത് കഴിഞ്ഞിട്ട് അവരെ നിലക്ക് നിർത്തിയാരാണ്? ഈ LDF സർക്കാരില്ലേ? നിങ്ങൾ എന്താണ് അത് പറഞ്ഞു പോകാത്തത്? എൻട്രൻസ് എക്സാം എഴുതിയ പിന്നെ ഈ സ്വകാര്യ മാനേജ്മെന്റ് നിലക്ക് നിർത്തിയിട്ടുള്ള ഒരു സർക്കാരാണ്. അത് മറന്ന് സംസാരിക്കില്ല, അത് ശരിയാണ്. മറുപടി പറയാൻ സമ്മതിക്കണം. ഒന്നേ നിങ്ങൾ ചോദ്യം ചോദിക്കും, ഞാൻ മറുപടി പറയാം. അല്ല, ഓക്കെ പറയൂ. എന്താണ് നിങ്ങൾ ചോദിക്കുന്നത്? സ്വകാര്യ കോളേജുകളിൽ നടക്കുന്നതിന് സർക്കാർ ഉത്തരവാദിത്വമില്ലെന്നാണോ പറയുന്നത്? സ്വകാര്യ പോലെയും ജിഷ്ണു പ്രണോയെ പോലെയും പറ്റിയ കാര്യങ്ങൾക്ക് ഈ കേരളത്തിലെ സമൂഹത്തിന് അധ്യാപകരെ അവിടെ നിയമിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അധ്യാപകരെ നിയമിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് ശിക്ഷ കിട്ടാത്തതിന്റെ കാര്യം, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാത്തതിന് ഈ ആഭ്യന്തരം ഭരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണോ അതോ ആഭ്യന്തര വാഴയാണോ? അല്ല, ഞാൻ പറഞ്ഞിട്ട് ഈ കേരള സമൂഹത്തിൽ ഒരു ചെറിയ സംഭവം അറിയാൻ പോലും ഈ പറയുന്ന ആഭ്യന്തരമന്ത്രി ആഭ്യന്തരം വഹിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? അതിനൊക്കെയാണോ ന്യായീകരണം? സ്വകാര്യ എൻട്രൻസുമായി ബന്ധപ്പെട്ടാണോ ന്യായീകരണം പറയുന്നത് സതീഷ് വസന്ത്? അല്ല, അങ്ങനെ ഈ സ്വകാര്യ നിങ്ങൾ പറഞ്ഞ സ്വകാര്യ മേഖലയില് ഇത്രയും പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും ഈ LDF സർക്കാർ അവരെ കയറൂരി വിട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയും. ശരി, ശ്രീ സതീഷ് വസന്ത്, എവിടെയായാലും ക്രമസമാധാനം പാലിക്കേണ്ട സർക്കാർ തന്നെയല്ലേ? ക്രമസമാധാന പാലനം സർക്കാരിന്റെ കടമ തന്നെയാണല്ലോ. എവിടെയാണ് നിങ്ങൾ ക്രമസമാധാനം അവരൊക്കെ അനുകൂലമായിട്ട് നിന്നിട്ടുള്ളത്? ഘടകങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന്റെ മരണത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും സർക്കാരിന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സർക്കാർ ചെയ്തിട്ടുണ്ട്. സർക്കാർ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ സഹോദരിക്ക് ഒരു വീഡിയോ കൊടുത്തിട്ടില്ലേ? അമ്മയും സിദ്ധാർത്ഥിന്റെ അമ്മയൊക്കെ സമരം ചെയ്തത് സർക്കാരിനെതിരെയാ, അറിയാം. സർക്കാരിനെതിരെയാ സമരം ചെയ്തത്.
അല്ലാതെ ഈ സർക്കാരിന്റെ പിടിപ്പുകേടാണ് അവരെ പിടിക്കാത്തത്, അല്ലെങ്കിൽ അതെ. അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന മാനേജ്മെന്റ് ഭരണകൂടത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നത് ഈ പറയുന്ന സർക്കാരും ഈ പറയുന്ന ആഭ്യന്തര വകുപ്പും ഒക്കെ ആണെന്ന് പറഞ്ഞ് സമരം ചെയ്തത് അമ്മമാരെ, കേരള സമൂഹത്തിലെ അമ്മമാരാ. മനസ്സിലായില്ലേ? അതെ, അവർക്ക് മക്കൾ നഷ്ടപ്പെട്ട വേദനയാണ്. അല്ലാതെ അവർക്ക് ഒരു രാഷ്ട്രീയ പിൻബലവും ഉണ്ടായിട്ടല്ലല്ലോ ശ്രീ സതീഷ് വസന്ത്. താങ്കളിലേക്ക്